കോൺഗ്രസ് പ്രവർത്തകർ വലിയ സ്വീകരണമാണ് സന്ദീപ് വാര്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു പ്രാദേശിക നേതാവ് കോൺഗ്രസിൽ ചേർന്നു, അദ്ദേഹം പാണക്കാട് പോയി ആശീർവാദം വാങ്ങി എന്നതടക്കമാണ് കെ സുരേന്ദ്രന്റെ വിമർശനം. ഇപ്പോൾ നമ്മോടൊപ്പം സന്ദീപ് വാര്യർ തന്നെ ചേരുന്നു. സുരേന്ദ്രന്റെ പ്രസ് മീറ്റ് കണ്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരു പ്രാദേശിക നേതാവ് BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നു, പാണക്കാട് തങ്ങളുടെ ആശീർവാദം വാങ്ങി, ഇതല്ലാതെ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് മറുപടി? അല്ല, ഞാൻ പ്രാദേശിക നേതാവാണ്, പക്ഷേ സുരേന്ദ്രൻ ബഹിരാകാശ നേതാവാണ്, എപ്പോഴും എയറിലാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം ബഹിരാകാശത്തുള്ള നേതാവാണ്, ഞാൻ ജനങ്ങൾക്കിടയിലുള്ള സാധാരണക്കാർക്കിടയിലുള്ള പ്രാദേശിക നേതാവാണ്. അതായതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. പിന്നെ പാണക്കാട് തങ്ങളെ കാണുമെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം കേരളത്തിൻ്റെ ഒരു ആധ്യാത്മിക തേജസ്സാണ്. കേരളത്തിലെ മതസാഹോദര്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ മതസാഹോദര്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചിട്ടുള്ള ഒരു കുടുംബത്തിൽ അവിടെ ചെന്ന് ആ സ്വീകരണം കണ്ടിട്ട് സുരേന്ദ്രനെ ഹാലളകിയതായിരിക്കാം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും സുരേന്ദ്രൻ അതിനുള്ള അർഹതയില്ലാത്തത് കൊണ്ടായിരിക്കാം. എനിക്കത് കിട്ടി. അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ വലിയ കസേര കിട്ടട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നല്ലോ. എനിക്ക് വലിയ കസേര കിട്ടി, എന്താ തർക്കമുള്ളത്? അല്ലെ, എനിക്ക് അതിൽ യാതൊരു സങ്കോചവുമില്ല. പാണക്കാട് പോയതിൽ എനിക്കൊരു സങ്കോചമില്ല. അവിടെ പോകേണ്ടതാണെന്ന് എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. മലപ്പുറം ജില്ലയിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ ജനിച്ചത് പെരിന്തൽമണ്ണയിലാണ്. എൻ്റെ ജീവിതം, എൻ്റെ ഭാര്യയുടെ ഒക്കെ കൊള്ളുന്നത്, ഞാൻ പഠിച്ചതൊക്കെ മലപ്പുറം ജില്ലയിലാണ്. എനിക്കറിയാം പാണക്കാട്ടെ കുടുംബം എത്രമാത്രം ഈ രാജ്യത്തിലെ മതസാഹോദര്യം നിലനിർത്തുന്നതിന് വേണ്ടി, കേരളത്തിൻ്റെ ഈ സഹിഷ്ണു നിലനിർത്തുന്നതിന് വേണ്ടി എത്രമാത്രം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. സുരേന്ദ്രൻ അറിഞ്ഞോളന്നില്ല. പക്ഷേ പാണക്കാട് പോയ സന്ദീപ് വാര്യർ എന്തുകൊണ്ട് മറ്റ് മതമേലധ്യക്ഷന്മാർ, ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ, ഒപ്പം തന്നെ ദളിത്, മറ്റ് സമുദായ സംഘടനാ നേതാക്കളെ ഇവരെ സന്ദർശിക്കുന്നില്ല? ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് പാണക്കാട് മാത്രം പോയി ഈ ആശീർവാദം വാങ്ങുന്നത്? അത്തരമൊരു നില വന്നത് അപകടകരമാണെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അല്ല, സുരേന്ദ്രൻ തരുന്ന ലിസ്റ്റ് അനുസരിച്ച് ആളെ പോയി കാണാൻ പറ്റില്ലല്ലോ. എൻ്റെ ഏറ്റവും അടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളെ ഞാൻ കണ്ടു. ഇനി ഞാൻ വന്നിട്ട് ഇത്ര ദിവസമായിട്ടുള്ളൂ, 48 മണിക്കൂറിലായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഏതോ ട്രെയിലറെ പൂരാ പിക്ചർ അഭി ബാക്കിയേ മേരെ സുരേന്ദ്രൻ, അത്രേ ഉള്ളൂ. സുരേന്ദ്രൻ താങ്കൾ അകാരണമായി വിമർശിക്കും, താങ്കളുടെ കോൺഗ്രസ് പ്രവേശനത്തിന് അകാരണമായി വിവാദമാക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അദ്ദേഹം, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് പോസിറ്റീവായിട്ടൊന്നും സംസാരിക്കാനില്ല, BJPക്ക് പോസിറ്റീവായിട്ടൊരു പൊളിറ്റിക്സ് സംസാരിക്കാനില്ല, CPMനും പോസിറ്റീവായിട്ടൊരു പൊളിറ്റിക്സ് സംസാരിക്കാനില്ല. നിലവിൽ കേരളത്തിലെ സാഹചര്യത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പിണറായി വിജയനും CPMന്റെ സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രനാണല്ലോ. ഈ രണ്ട് പേരും ചേർന്നിട്ടാണല്ലോ ഇപ്പോൾ UDFനെതിരെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പോസിറ്റീവായിട്ടൊന്നും പറയാനില്ല. നോക്കൂ, UDF എത്ര പോസിറ്റീവായിട്ടുള്ള പൊളിറ്റിക്സാണ് പറയുന്നത്. UDF പാലക്കാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി, പാലക്കാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി, പാലക്കാട്ടെ പിന്നെ ആസ്പിറേഷനുള്ള യുവത്വത്തിന് വേണ്ടി എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പറയുന്നു. ഇവർക്ക് എന്താ പറയാനുള്ളത്? ഇവർക്ക് ഈ എന്താ പറയുക, ചില പ്രത്യേക രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, വാചകസത്തടിക്കുക, അതിലപ്പുറമായിട്ടൊന്നും പുതുതായിട്ടൊന്നും പറയാനില്ലാത്തവർക്ക് ഇങ്ങനെ എന്തും പറയാം. ഞാൻ എന്തായാലും ഇനി BJPയെ നന്നാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ തല്ലിയാലും നന്നാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ചൂറിലെടുത്ത് മാരാർജി ഭവന്റെ ചുറ്റും നടക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തനമാണ്. ഞാൻ കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് പറയും, രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്സ് പറയും, ഇന്ത്യയുടെ പൊളിറ്റിക്സ് പറയും. എന്തായാലും സുരേന്ദ്രന് മറുപടി പറയാനില്ല എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് സുരേന്ദ്രൻ അനാവശ്യ വിമർശനം നടത്തുന്നതെന്നുമാണ് സന്ദീപ് വാര്യർ വിശദീകരിക്കുന്നത്.